Christ. ചർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമല്ലേ? The church is the body of Jesus Christ. അതോ ചുമ്മാ ഒരു കൂട്ടായ്മ മാത്രമാണോ? Or is it just a gathering? No. No. ഇത് മിസ്റ്ററിയാ. This is a mystery. തല ക്രിസ്തുവും ശരീരം സഭയുമാണ്. There is Christ and then there is his body, which is the church. എൻ്റെ പ്രിയരെ, ഞാൻ എൻ്റെ സഭയെ പ്രസംഗിക്കുന്നല്ലോ ഇവിടെ സ്വാതന്ത്ര്യത്തോടെ പറയുക. I am preaching to you with freedom as if this is my own church. ഞാൻ എൻ്റെ സഭയെ പറയാറുണ്ട്, ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ടാന്ന്. I say to my church, don't come sit here in the name of being a believer. സന്യാസികളെ, കർത്താവിന്റെ സഭയിൽ വിശ്വാസികളുടെ കൂട്ടം ഇല്ല. In the church of God there is no gathering of believers. ബെഥേലിലുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if it is there in Bethel. ഏജിയിലുണ്ടോ എന്ന് അറിയത്തില്ല. I don't know if it's there in Egypt. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനമായ ഷാരോനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if it is in Shalom churches. പക്ഷേ കർത്താവിന്റെ സഭയിൽ വിശ്വാസികളുടെ കൂട്ടം ഇല്ല. But in the church of God there is no gathering of believers. അങ്ങനെ ഉണ്ടെന്ന് പഠിപ്പിച്ചതാണ് സഭയ്ക്ക് പറ്റിയ തെറ്റ്. The biggest mistake was that doctrine was taught to us. വന്നിരിക്കാൻ കുറച്ച് പേര്. There are some people who come and sit here. ദശാംശം കൊടുക്കാൻ കുറച്ച് പേര്. Some people who give tithes. സ്തോത്ര കാഴ്ച ഇടാൻ കുറച്ച് പേര്. Some people to give അവർ offerings. വരുന്നു, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. They come, they do their duty, they go back. വേറെ എന്നാ സഭ നടക്കുന്നത്? What else is happening in the church? The real church of God അതല്ല. Real church of God is not like അത് this. വിശ്വാസികളുടെ കൂട്ടമല്ല. It is not just the gathering of believers. ശിഷ്യന്മാരുടെ കൂട്ടമാണ്. It is the gathering of disciples. യേശുവിന്റെ കൂടെ 12 പേരെ കർത്താവ് കൂടെ കൊണ്ടു നടന്നു. There were 12 people that Jesus walked with. അവരാരും സ്തോത്ര കാഴ്ച ഇടാൻ പോയവരല്ല. They were not people who went to give അവരാരും tithes. ദശാംശം കൊടുക്കാൻ പോയവരല്ല. They were not people who went to give offerings. അയ്യോ, സജു പാസ്റ്റർ വന്ന് പറഞ്ഞെന്ന് ബാസിന്റെ ദശാംശം കൊടുക്കല്ലേ, സഭയുടെ വരുമാനം നിർത്തല്ലേ കേട്ടോ. Please don't stop giving your tithes and offerings just because I said this. നിങ്ങൾ നിർത്തിയാലും കാക്ക വരുമെന്നേ. Even if you stopped, the ravens will come. Amen. കെരീതിൽ കരുതുന്ന ഒരു കർത്താവുണ്ട്. A God who provided in the land of Kerith. തന്റെ ഭക്തന് കെരീതിൽ കരുതാൻ ദൈവം ഉണ്ടെന്ന്. It was God who brought the provision to the man of God in Kerith. സാരഭത്തിലും ദൈവമാണ് കരുതുന്നത്. It was God who also provided in Zarephath. കെരീതിൽ കരുതിയ ദൈവം തന്നെയാണ് സാരഭത്തിലും കരുതുന്നത്. The same God who provided in Kerith was the same God who provided in Zarephath. ഒന്നുകൂടെ പറയാം, അങ്ങ് ബേർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിലും ദൈവമാണ് കരുതിയത്. ദൂതനെ അയച്ച് ദൈവം അടയും വെള്ളവും കൊണ്ടു കൊടുത്തു. And it was God who also provided in the wilderness of Beersheba by sending an angel giving him bread and water. ഡേവിഡ് പാസ്റ്റർ മുമ്പേ പ്രസംഗിച്ചത് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിവേചിച്ചു പറയുക. നീ ഏത് സിറ്റുവേഷനിലായിരുന്നാലും, നീ എവിടെ കിടന്നാലും, അത് കെരീതായാലും സാരഭത്തായാലും ബേർശേബ മരുഭൂമിയായാലും, എല്ലായിടത്തും നടത്തുന്നത് അവന്റെ കരമാണ്, പ്രവർത്തിക്കുന്നത് ദൈവമാണ്, കരുതുന്നത് ദൈവമാണ്. Let me reiterate what David told you earlier. Whether it is Zarephath or Kerith or Beersheba, it is the hand of God that provides for you in every circumstance. ഈ 12 പേരെ കർത്താവ് കൂടെ കൊണ്ടു നടന്നപ്പോൾ വിശ്വാസികളായിരിക്കാൻ അവരെ കർത്താവ് വിളിച്ചില്ല. When God called the disciples to himself, he did not call them to be believers. അവരെ ഡിസൈപ്പിൾഷിപ്പ് ആയിട്ടാണ്, കർത്താവ് ശിഷ്യന്മാരായിട്ടാണ് തിരഞ്ഞെടുത്തത്. He called them as disciples. എൻ്റെ ബൈബിൾ എന്നെ പഠിപ്പിച്ചത്, My Bible taught me, കർത്താവ് ഈ ലോകം വിട്ടു പോകുമ്പോൾ അവർക്ക് ഒരു കൽപ്പന കൊടുത്തു. അന്ത്യകൽപ്പന എന്ന് ഏറ്റവും പ്രാധാന്യത്തോടെ മരണമൊഴി എന്നൊക്കെ നമ്മൾ മരണത്തിന് മുമ്പ് പറയുന്ന കാര്യങ്ങൾ പ്രധാനത്തോടെ കൽപ്പിക്കുന്ന ഒരു കൽപ്പന കർത്താവ് കൊടുത്തു. There was a great and final commandment that we often use in funeral services, but there was a great commandment. ആ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ആണ്, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. That great commandment is you must preach the gospel to all creatures in all the nations. നീ പ്രാപിച്ചത് നീ പകർന്നു കൊടുക്കണം. In other words, what you have received, you must give to others. നമ്മൾ കൊട്ടിപ്പാടി തീർക്കുക നമ്മുടെ ആയുസ്. What we are doing, we have received and we are simply clapping and praising him. ഇതിനകത്ത് വന്ന് കൊട്ടിയും പാടിയും പോകാനല്ല, ഇന്ന് പുറത്തിറങ്ങി സാക്ഷിയാകാനാണ്. But God did not call you to simply come and clap your hands in church, but to go out with the gospel. Hallelujah. ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയെ ഉളവാക്കാൻ പറ്റുകയില്ല, പക്ഷേ ഒരു ഡിസൈപ്പിളിന് മറ്റൊരു ഡിസൈപ്പിളിനെ എഴുന്നേൽപ്പിക്കാം. A believer cannot create another believer, but a disciple can create another disciple. Amen. ഹലോ, Hallelujah. ഇനി വിളിച്ചില്ലേലും സാരമില്ല, നാളെ പ്രസംഗിപ്പിച്ചില്ലേലും സാരമില്ല, പറയാനുള്ള സത്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. Even if you never invite me back, I must tell you the truth. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പങ്കുവെക്കണം. Jesus told us, go and preach the gospel to every creature in all the nations. ആ സുവിശേഷം വിശ്വസിച്ച് നിന്റെ കൂടെ വരുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. And those that believe in this gospel and walk with you, you must baptize them in the name of the Father, Son and the Holy Spirit. സ്നാനം സഭയോട്